Hi all, welcome to Tech PSC. Latest PSC notification ആയ അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മറ്റ്സിഫെഡ് ഈ എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ നോട്ടിഫിക്കേഷൻ സ്റ്റിൽ ആക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ കാറ്റഗറി നമ്പേഴ്സ് നോക്കാം. അപ്പൊ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ 442/2025 ആണ്. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക 31/12/2025 ആണ്. ഇനി രണ്ടാമത്തെ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 460/2025. നെയിം ഓഫ് പോസ്റ്റ് വരുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. അപ്പം അതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. MCA ഓർ BTech IT ഓർ BTech കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 31/12/2025. അപ്പൊ ഇതുവരെ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ലാത്ത എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പെക്ടഡ് സിലബസിന്റെ ഒരു ഓവർവ്യൂ ആദ്യം നോക്കാം. മെയിൻലി 8 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂള് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിന്റെ മാർക്സ് വരുന്നത് 12 മാർക്കാണ്. രണ്ടാമത്തെ മൊഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന്റെ മാർക്ക് വരുന്നത് 14 മാർക്കും. ഇനി തേർഡ് മൊഡ്യൂള് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ആണ്. അതിൻ്റെതും 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂള് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ഓർ ജാവ. ആ മൊഡ്യൂളിന് 10 മാർക്കാണ്. അടുത്തത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ദെൻ വരുന്നത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് ആണ്. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്കുണ്ട്. ഇനി എട്ടാമത്തെ മൊഡ്യൂൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ 12 മാർക്കാണ് വരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മിസ്റ്റേക്സ് അവർ വരുത്താൻ പാടില്ല എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റുഡൻസ് നമ്മളൊരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഒരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ഒരിക്കലും നമുക്കിത് പറ്റുമോ എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതിയിൽ ഒരിക്കലും നമ്മളൊരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. കൺസിസ്റ്റന്റ് ഇൻ ദ സെൻസ് നമ്മളൊരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ആരംഭത്തിൽ ഭയങ്കരമായിട്ട് ആരംഭശൂരത്വം ഉണ്ടായിരിക്കും. ആദ്യം അവര് 10-12 മണിക്കൂറൊക്കെ തുടക്കത്തിലിരുന്ന് പഠിക്കും. പിന്നെ വരും ദിവസങ്ങളിൽ ഗ്രാജുവലി അത് കുറഞ്ഞ് പിന്നെ തീരെ പഠിക്കാത്ത സ്ഥിതിയാവും. അപ്പൊ നമ്മൾ ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഡെയിലി 12 മണിക്കൂറൊന്നും പഠിക്കണമെന്നല്ല. നമ്മളിപ്പോ ഒരു 2 മണിക്കൂറേ പഠിക്കുന്നുണ്ടെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഡെയിലി നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകണം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിലബസിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം. ഈ ഒരു പോസ്റ്റിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ കറക്റ്റ് സിലബസ് പബ്ലിഷ് ആയിട്ടില്ല. അപ്പൊ ഈ മുൻ വർഷങ്ങളിൽ പ്രോഗ്രാമറിന് ചോദിച്ച സിലബസ് ആയിരിക്കണം നിങ്ങൾ റെഫറൻസിന് വെക്കേണ്ടത്. അപ്പൊ ആ സിലബസിൽ എത്ര നമ്പർ ഓഫ് മൊഡ്യൂൾസ് ഉണ്ട്, ഓരോ ടോപ്പിക്കുകൾ എന്താണ്, അതിനെപ്പറ്റി നമുക്കൊരു കറക്റ്റ് ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളൊരു സിലബസ് നോക്കുന്ന സമയത്ത് ഒരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ പാസ് ഔട്ട് ആയി ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പ് ഉള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടില്ല. ജസ്റ്റ് കുറെ ടോപ്പിക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വേഗ് ഐഡിയ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. എത്ര ഡെപ്തിൽ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട. അപ്പോൾ ഓരോ ടോപ്പിക് എന്ന് പറയുന്ന ഓരോ വലിയ ടെക്സ്റ്റ് ബുക്കുകളിൽ റെഫർ ചെയ്യേണ്ട അത്രയും കാര്യങ്ങളാണ്. അപ്പൊ അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിനെപ്പറ്റി ഒരു ധാരണ ഒരു ബിഗിനറിന് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. കേരള PSC മാത്രമല്ല അതർ സ്റ്റേറ്റ് PSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. സിലബസ് എന്തൊക്കെ എത്ര ഡെപ്തിന് വരെയൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസ് കളക്ട് ചെയ്യുക, സിലബസ് മനസ്സിലാക്കുക. ദെൻ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ
കളക്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സിലബസിനെ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്രമാത്രം കണ്ടന്റ്സ് നമ്മൾ കവർ ചെയ്യണമെന്നൊരു ധാരണ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു സ്മാർട്ട് കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുക. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ പോസിറ്റീവ് ആയിരിക്കണം. എന്നെ കൊണ്ട് സാധിക്കും, നമ്മളിപ്പം ഓരോ മൊഡ്യൂൾ എടുക്കുമ്പോഴും ഇത് ഭയങ്കര വാസ്റ്റ് ആണ്, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇത് എന്നെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നമ്മളത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. അപ്പൊ നമ്മളൊരു ഗുഡ് പെർഫോമർ എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു മെന്ററായിട്ട് ചിന്തിക്കുക. മെന്റർ ഇൻ ദ സെൻസ് നമ്മൾ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം അതിന്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തു നമ്മളെ തന്നെ നമ്മളൊന്ന് അസസ് ചെയ്യുക. അപ്പൊ നമ്മൾ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ നമ്മൾ ഓരോ ഏരിയാസ് പഠിച്ചിട്ട് ഓരോന്നിന്റെ ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് ആ ടോപ്പിക്ക് ക്ലിയർ ആണോ, അതിൽ ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മളെ തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പൊ നമ്മളെ തന്നെ നമുക്ക് അസസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുക. അതായത് അതൊരിക്കലും നമുക്ക് ഒരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ബൈ പ്രാക്ടീസ് മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഗ്രാജുവലി എന്ത് ചെയ്യുക, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഏരിയാസും ഏതൊക്കെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വരാം, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അത് ഈ പർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് ചോദിക്കാം, ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഏരിയ, ഏതൊക്കെയാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ ആംഗിളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ള നമുക്ക് പറ്റും. അതെന്ന് പറയുന്നത് ബൈ പ്രാക്ടീസ് മാത്രമേ നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ തന്നിട്ടുള്ള സിലബസ്, ഇപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 8 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് കാണും, നമുക്ക് പാടുള്ള ബുദ്ധിമുട്ടുള്ള ഏരിയാസ് കാണും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ തരംതിരിക്കുക. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയാസും നമുക്ക് പാടുള്ള ഏരിയാസും അതിനെല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മൾ പാസ് ഔട്ടായി കുറേ വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, അതല്ല നമ്മളിപ്പോൾ വർക്കിംഗ് ഒക്കെയാണ്, നമുക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ടച്ച് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമേ ഏറ്റവും പാടുള്ള മൊഡ്യൂൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് തീരെ അറിയാത്ത മൊഡ്യൂൾ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ആദ്യമേ നമുക്കൊരു ചിന്ത വരും നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് വെച്ച് പഠിച്ചു തുടങ്ങി നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരിക. ഇനി വരുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽസ്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽ ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ഏതെങ്കിലും കോച്ചിങ് സെന്റേഴ്സിനെ റിലേ ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കോച്ചിങ് സെന്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്യാം. അതല്ല സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുക. ദെൻ നമുക്കൊരു ചിട്ടയായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ ഒരിക്കലും നമുക്ക് സാധിക്കാത്ത ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ദിവസം നമുക്കിപ്പോൾ വർക്കിംഗ് ആണോ, നമ്മൾ സ്റ്റഡിയിങ് ആണോ, നമുക്ക് എത്രമാത്രം ഫ്രീ ടൈം കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ചിട്ടയായിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്യുക. അതിന്റെ ടോപ്പിക് വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. എപ്പോഴും നമ്മുടെ ആദ്യമേ എളുപ്പമുള്ള സബ്ജക്റ്റ് വെച്ച് പഠിച്ച് നമ്മൾ ആ പഠിത്തത്തിന്റെ ഒരു ട്രാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യുക, ദെൻ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് പഠനം ഒരു ഇഷ്ടമായി മാറും. ആദ്യമേ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് നോക്കിയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും ആ ഒരു പാത്ത്, ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി ദെൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മോഡൽ എക്സാംസ് സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീക്കെൻഡിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യുക. ടോപ്പിക് വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ വീക്ക് ഏരിയാസ് നമ്മൾ അനലൈസ് ചെയ്യുക. വീക്ക് ഏരിയാസ് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും, നമ്മൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ പിന്നെയും ആ ഭാഗങ്ങൾ എടുത്തു വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലും MCQs ഫോക്കസ് ചെയ്ത് ക്വാളിറ്റി ആയിട്ടുള്ള മോഡൽ എക്സാം. നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ മിനിമം ഒരു 20 മാതൃകാ പരീക്ഷയെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മളെ സിലബസ് പ്രകാരമുള്ള 20 മാതൃകാ പരീക്ഷ, അത് ഏതർ നമ്മൾ ഏതെങ്കിലും ഒരു ട്രസ്റ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പർച്ചേസ്
ചെയ്തിട്ട് നമ്മൾ 20 മാതൃകാ പരീക്ഷ ചെയ്ത് നോക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് റിവിഷൻ നടത്തി മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക് പോയിന്റ്സും നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഏരിയാസും എല്ലാം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ മൊത്തത്തിൽ ഫൈനൽ ലാബ് റിവിഷൻ ചെയ്യുക യൂസിങ് അവർ സ്മാർട്ട് നോട്ട്സ്. നമ്മൾ ഡേ 1 തന്നെ ഒരിക്കലും നമുക്ക് സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഡേ 1 നമ്മളൊരു പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ക്ലാസ് കണ്ടിട്ട് ചുമ്മാ കുറേ ലെക്ചേഴ്സ് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ ബുക്കുകൾ തീരുന്ന അല്ലാതെ അതിൽ പ്രധാനപ്പെട്ടത് ഏതാ, വേണ്ടത് ഏതാ, വേണ്ടാത്തത് ഏതാന്ന് പറ്റി നമുക്ക് ഒരു ധാരണയും ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ പഠിച്ച് 2-3 തവണ പഠിച്ച് റിവൈസ് ചെയ്ത് ടോപ്പിക് വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് തന്നെ ഒരു ഇൻട്യൂഷൻ ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം സ്മാർട്ട് നോട്ടിൽ നോട്ട് ചെയ്യുക. അത് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ സ്മാർട്ട് നോട്ട്സ് മൊത്തത്തിൽ റിവൈസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഇതുവരെയും പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാത്തവർക്ക് വേണ്ടി ടെക് PSC ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്, ടോപ്പിക് വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ്, പിന്നെ മെന്റർ സപ്പോർട്ടും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ യൂട്യൂബിൽ റെഗുലറായിട്ട് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫ്രീ നോട്ട്സ് സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് യൂസ് ചെയ്ത് ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്